ആഷ്മി താജ് ഇബ്രാഹിം, നമുക്ക് ഈ രണ്ട് പ്രകടന പത്രികകളെ താരതമ്യപ്പെടുത്തുന്നത് ഏകദേശം ശരിയല്ല എന്ന് തോന്നുന്നെങ്കിലും രണ്ടും കേരളത്തെ ജനങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ട് നമുക്കതിലേക്ക് തന്നെ പോകണം. ഇന്ന് ഒരു മുന്നണി, അതായത് ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രിക ഒരു തുടർ ഭരണത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ അവർ നടപ്പിലാക്കിയ പദ്ധതികളുടെ ചില ലാളനകളും ലാഞ്ചനകളും ഒക്കെ തന്നെ അതിലുണ്ട് താനും. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഈ രണ്ട് പ്രകടന പത്രികകളെയും പ്രഥമ ദൃഷ്ട്യാ വിലയിരുത്തുന്നത്? എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രകടന പത്രിക ഇനി വിലയിരുത്തി ഒരുപാട് ചർച്ച ചെയ്യാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവുമെന്നുള്ള സംശയമാണ്. കാര്യം നമുക്കിപ്പോഴും SDP ഡീൽ എന്ന് നമുക്ക് ഇറങ്ങുകയാണ്. നാളെ ഏതെങ്കിലും പുറത്തു വരണ്ടേ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇനി 6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇത് ജനം എഴുകേറി പരിശോധിച്ച് ഇതിലൊരു കാര്യമായ ഡിബേറ്റ് ഉണ്ടാവാനുള്ള സമയം എന്തായാലും ഇല്ല. അത് കാരണം ഇത് കാര്യമായി അല്ലെങ്കിൽ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ പ്രകടന പത്രികകൾ വെച്ച് അല്ലെങ്കിൽ വികസനം വെച്ച് വലിയ ചർച്ചകൾ കാര്യമായി നടക്കാറില്ല. ഇതുപോലെ തന്നെ വിഷയങ്ങൾ തന്നെയാണ്. അത് നമ്മുടെ സംസ്ഥാനത്തെ ദുർഗതി. പോട്ടെ, നമ്മൾ വലിയ ധനക്കമ്മി നേരിടുന്ന, നമ്മൾ വലിയ കടം കയറുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് ഈ പറയുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള പണം എവിടെ, കാശ് എവിടെ എന്ന ചോദ്യം ആത്യന്തികമായി അവിടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രത്തിന്റെ നയം അവിടെയുണ്ട്. ഇനി കോൺഗ്രസിന് അധികാരത്തിൽ കയറുന്നെങ്കിൽ കേന്ദ്രത്തിന്റെ നയം പിന്നെ മോശമാവുകയുള്ളൂ. അത് ഒരു തർക്കമില്ല. അതുകൊണ്ട് ഈ ഫണ്ട് എവിടെ എന്ന കാതലായ ചോദ്യം, ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങൾക്ക് ഫണ്ട് എവിടെ എന്ന കാതലായ ചോദ്യം അവിടെ നിൽക്കുമ്പോൾ പോലും ക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കാൻ വേണ്ടി എല്ലാവരും രണ്ടു കൂട്ടരും തീരുമാനിക്കുന്നു. LDF സർക്കാർ 1600 നിന്ന് 2500 ആക്കും എന്ന പ്രഖ്യാപനം കഴിഞ്ഞ പ്രകടനപത്രികയിൽ ഉണ്ടായിരുന്നു. അത് 2000 രൂപയാക്കി. പക്ഷേ അത് 4.5 വർഷം പൂർത്തിയാക്കുമ്പോഴാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ഇന്ധന സെസിന്റെ പേരിൽ നമ്മൾ നിന്നൊക്കെ പണം പിരിച്ചു എന്ന് പറയുമ്പോൾ പോലും അതൊരു നല്ല പ്രവണത. അതുകൊണ്ടാണ് 3000 എന്നതിലേക്ക് എല്ലാവർക്കും എത്തേണ്ടി വരുന്നത്. അത് കിട്ടട്ടെ, അതവിടെ ഉണ്ടാവട്ടെ. പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കിയ മുഖ്യമന്ത്രി. അപ്പോൾ ആ പ്രോഗ്രസ് കാർഡിൽ കുറേയധികം അത് കുറച്ചെങ്കിലും കാര്യങ്ങൾ ഈ PR പെരുപ്പിക്കലാണെന്ന സംശയം ഉണ്ടാവുന്നെങ്കിൽ കൂടിയും കുറേയധികം പോലെ ചെയ്തു എന്ന കോൺഫിഡൻസിലാണ് ആ പ്രകടനപത്രിക തുടർച്ച ഉണ്ടാകുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു ആർത്തവാവധി അല്ലാതെ ഒരു സ്ട്രൈക്കിംഗ് ന്യൂ എന്ന് പറയാൻ കഴിയുന്ന ഒരു വിപ്ലവകരമായ എന്തെങ്കിലും പ്രഖ്യാപനം LDF പ്രകടനത്തിൽ കാണാൻ കഴിഞ്ഞില്ല. UDF-ലേക്ക് വന്നാൽ കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്ത ഒരു പ്രകടന പത്രിക തോന്നി. എന്താണ് കഴിഞ്ഞ കുറേ മാസങ്ങൾ അവർ എന്തോ സമിതിയൊക്കെ രൂപീകരിച്ചതിനുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു. ഈ പറയുന്ന രീതിയിൽ ആശുപത്രിയിൽ ബെഡ് അവകാശമാക്കും. ആശമാർക്ക് 700 രൂപ ദിവസം. ആശമാർ സമരമൊക്കെ കേരളത്തിന് മനസാക്ഷി മുറിയിപ്പിച്ച സമരമായിരുന്നു. 700 രൂപ ആക്കും എന്ന പ്രഖ്യാപനം കൊള്ളാം. UDF ലഹരിമുക്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അത് നടക്കുന്നതാണോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ നമ്മൾ SKN40 യാത്രയിൽ നമ്മൾ കണ്ടതാണ്. കേരളത്തിന്റെ ലഹരി അവസ്ഥ നമ്മൾ നേർക്കുനേർ കണ്ടതാണ്. അത് നടപ്പാക്കാൻ ആണെങ്കിൽ നല്ലത്, ഗംഭീരം. ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്നുണ്ട് ഈ പ്രകടന പത്രിക. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ കടത്തിന്റെ പെരുപ്പം വലിയ പെരുപ്പമാണ്. 5 ലക്ഷം കോടി കടത്തിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. അതെങ്ങനെ അലീവിയേറ്റ് ചെയ്യുമെന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷൻ, ഒരു ആംഗിൾ ഈ രണ്ട് പ്രവർത്തനം നമുക്ക് അതിൽ കാണാനില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക്, ജോബ്ലെസ്നെസ് എന്ന് പറയുന്നത് ദേശീയ ശരാശരിയേക്കാൾ എത്രയോ മടങ്ങ് അധികമാണ്. മാത്രമല്ല ഇപ്പോൾ ഇവിടുത്തെ യുദ്ധ സാഹചര്യം ഉണ്ടാകുന്നു. ആ യുദ്ധ സാഹചര്യത്തിൽ ഒരുപാട് പേർ പക്ഷേ മടങ്ങിയെത്താനുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യുമെന്ന് എന്ന കാര്യമായ പ്രഖ്യാപനം ഈ രണ്ട് പ്രകടനപത്രികയില്ല. വിലക്കയറ്റം രാജ്യത്തെ ശരാശരിയേക്കാൾ 10 മടങ്ങാണ്. ദേശീയ ശരാശരി 3 ആണെങ്കിൽ നമ്മൾ 8 to 9 നമ്മുടെ വിലക്കയറ്റ നിരക്ക്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയില്ല. അതിലൊക്കെ പ്രധാനം നമ്മുടെ കുട്ടികൾ +2 കഴിഞ്ഞാൽ നാട് വിട്ടുപോകുന്ന സാഹചര്യമാണ്. ഇവിടെ ഇപ്പം UDF-ന്റെ പ്രകടനപത്രികയിലും LDF-ന്റെതും ഈ വയോജനങ്ങൾക്ക് വേണ്ടി വൃദ്ധസദനങ്ങളടക്കം വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾ കൂട്ടത്തോടെ നാട് വിട്ടു പോവുകയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന സംഭവത്തിൽ അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്ന കാര്യമായ ഒരു വീക്ഷണം ഒരു പ്രകടനത്തിന് കാണാനില്ല. അതിനെ നിരാശപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ആഷ്മി താജ് ഇബ്രാഹിം. അസിത സഗീർ, അസിത, ഈ രണ്ട് പ്രകടന പത്രികകളും വായിച്ചു നോക്കി ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഈ പ്രകടന പത്രിക, താങ്കൾക്ക് ആദ്യമായി അതിനെക്കുറിച്ചൊരു ഇംപ്രഷൻ എന്താണ് ഫീൽ ചെയ്തത്? സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് ഗാന്ധിയോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ബാബുജി എന്താണ് ഈ രാജ്യത്തിന്റെ ലക്ഷ്യം, പരമപ്രധാനമായ ലക്ഷ്യം എന്തായിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധി പറയുന്നുണ്ട്, അതിദരിദ്രനായ അവസാന മനുഷ്യന്റെയും കണ്ണീരൊപ്പുക എന്നതായിരിക്കണം ഈ രാജ്യത്തിന്റെ, ഇന്ത്യയുടെ സ്വപ്നം എന്ന് പറയുന്നുണ്ട്. അത് ആ ലക്ഷ്യത്തിലേക്ക് അത് സർക്കാരിന്റെ ഒരു നയമാക്കി തന്നെ മുന്നോട്ട് പോകുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്ന് പറയാം. കഴിഞ്ഞ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷനായിരുന്നു അതിദാരിദ്ര്യമുക്ത കേരളം. അതിദാരിദ്ര്യമുക്ത കേരളം നടപ്പിലാക്കി. ഇപ്പോൾ നോക്കൂ, ഈ പ്രകടന പത്രികയിൽ അത് കേവല ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആ നിലയിൽ ഗാന്ധിയുടെ സ്വപ്നത്തെ തന്നെ സാക്ഷാത്കരിക്കുന്നുണ്ട് ഈ പ്രകടന പത്രികയിലെ ചില വാഗ്ദാനങ്ങൾ എന്ന് തോന്നുകയാണ്. അത് മാത്രമല്ല, ഹോംവർക്ക് ചെയ്ത് നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തതിനേക്കാൾ എത്രയോ മെച്ചമാണ് നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വാഗ്ദാനമായി വെക്കുക എന്നത് കൂടിയുണ്ടല്ലോ. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രകടന പത്രിക എന്നുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ചടങ്ങുപോലെ രാഷ്ട്രീയ പാർട്ടികൾ അവതരിപ്പിച്ച ഇടത്തുനിന്നും ഓരോ വർഷത്തെയും പ്രോഗ്രസ് റിപ്പോർട്ട്, സർക്കാർ എന്ത് ചെയ്തു, ഇനി എന്തൊക്കെ ബാക്കിയുണ്ട് എന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണിത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ LDF 3.0 എന്ന ലക്ഷ്യം വെച്ചാണ് ഈ പ്രകടന പത്രിക അവതരിപ്പിച്ചിരിക്കുന്നത്. അത് നമുക്ക് വ്യക്തമായി കാണാം. ഇതുവരെ ചെയ്തു വന്ന കാര്യങ്ങളുടെ തുടർച്ചയാണ് അതിൽ ഉണ്ടാകാനും പോകുന്നത്. ഏറ്റവും പ്രധാനം ഇന്നിപ്പോൾ UDF-ന്റെ
പ്രകടന പത്രിക വരുമ്പോൾ എസ് കെ നമ്മളിപ്പോൾ ഒരു പ്രകടന പത്രികയെ താരതമ്യം ചെയ്യേണ്ടത് രണ്ട് രീതിയിലാണല്ലോ, അല്ലെങ്കിൽ താരതമ്യം എന്നുള്ളതല്ല, അതിനെ നമ്മൾ വീക്ഷിക്കേണ്ടത് രണ്ട് നിലയിലാണ്. ഒന്നുകിൽ ഇപ്പോൾ LDF-ൻ്റെതാണെങ്കിൽ മുൻ വർഷങ്ങളിൽ അവർ എന്ത് ചെയ്തു എന്നതിന്റെ താരതമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പ്രകടന പത്രികയെ നമുക്ക് വിലയിരുത്താം. ഇപ്പോൾ ആ നിലയിലുള്ള വിലയിരുത്തലുകൾ ഇവിടെ വന്നു കഴിഞ്ഞു. UDF-ന്റെ കാര്യം നോക്കുമ്പോൾ എസ് കെ ഞാൻ ഇതിന് മുൻപത്തെ, അതായത് ഇതിൽ ലാസ്റ്റ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പ്രകടന പത്രികയുമായി ബന്ധപ്പെടുത്തി 2011 പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് ഇതിൽ ചില കാര്യങ്ങൾ നോക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി അന്ന് പറയുന്ന ഒരു വാഗ്ദാനം സർക്കാർ സ്കൂളുകളുടെ നവീകരണവും സ്കൂളുകൾ ഹൈടെക് ആക്കും എന്നുള്ളതൊക്കെയായിരുന്നു 2011 UDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറയുന്നത്. പക്ഷേ ആ സർക്കാരിന്റെ അവസാന കാലയളവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം 40% സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടാനായിരുന്നു SKN തീരുമാനം. ആ സർക്കാർ സ്കൂളുകളെയാണ് പിന്നീട് LDF വരുമ്പോൾ സ്കൂളുകൾ ഏറ്റെടുക്കുകയും അത് ഇന്ന് വളരെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നതായി നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഇതിൽ മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു നയം തന്നെ ഇന്ത്യയിൽ 50% സർക്കാർ സ്കൂളുകളും അടച്ചുപൂട്ടുക എന്നുള്ളതാണ്. അതായത് 6 ലക്ഷം ഗവൺമെന്റ് സ്കൂളുകൾ ആകെയുണ്ട്. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 3 ലക്ഷം. ഇപ്പോൾ തന്നെ അത് 90,000-ഓളം സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ നയം നടപ്പിലാക്കിയ ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനമുണ്ട്, അത് കർണാടകയാണ്. കർണാടകയിൽ നിരവധി സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ ഇതിനോടകം തന്നെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നതാ UDF-ന്റെ പ്രകടന പത്രിക അവർ പുറത്തിറക്കുമ്പോൾ ആ വേദിയിലുള്ളത് രേവന്ത് റെഡ്ഡിയാണ്. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ആ നിലയിൽ പരിശോധിച്ചു പോകുമ്പോൾ സ്കെൻ അതുമായി ബന്ധപ്പെട്ട ഒരു താരതമ്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ 5 ലക്ഷം വീടുകൾ 5 വർഷം കൊണ്ട് നടപ്പിലാക്കും, ജനങ്ങൾക്ക് നൽകുമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് എന്താണ് സ്കെൻ? യലഹങ്കയാണ്. നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലേ, അവിടുത്തെ എത്രയോ പാവപ്പെട്ട മനുഷ്യരെ കുടിയിറക്കി അവിടെ ബുൾഡോസർ രാജ്, നരേന്ദ്രമോദി സർക്കാരിന്റെ മാതൃകയിൽ ബുൾഡോസർ രാജ് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ആ നിലയിൽ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന അതിന്റെ തുടർച്ച പിന്നീട് നമ്മൾ തെലങ്കാനയിലും കാണുന്നുണ്ട്. അപ്പോൾ ഈ നിലയിൽ കാര്യങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഒരു സർക്കാർ, ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇപ്പോൾ ഇതാ 5 വർഷം കൊണ്ട് 5 ലക്ഷം വീടുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നടപ്പിലാക്കുകയാണെങ്കിൽ നല്ല കാര്യം, അത് നടപ്പിലാകട്ടെ. പിന്നീട് ഈ KSRTC-യിൽ സൗജന്യ യാത്ര, സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര പ്രഥമ ദൃഷ്ടിയ വളരെ ആകർഷണീയമായി തോന്നുന്ന വാഗ്ദാനമാണ്. അതിന്റെ പ്രായോഗികത എന്താണെന്ന് അറിയില്ല. അതും നടപ്പിലാക്കാൻ കഴിയുകയാണെങ്കിൽ നല്ലത് എന്ന് തന്നെ കാണാം. മറ്റൊന്ന്, ഈ ഒരു ഇൻഷുറൻസിന്റെ കാര്യം പറയുന്നുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. 25 ലക്ഷത്തിന്റെ അല്ലേ, 25 ലക്ഷമാണ് മെഡിക്കൽ ഇൻഷുറൻസിന്റെ തുകയായി പറയുന്നത്. സമാനമായ നിലയിൽ 2011 പ്രകടന പത്രികയിൽ സ്കെൻ കാർഷിക ഇൻഷുറൻസ് എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു UDF-ന്റെ ഭാഗത്ത് നിന്ന്. കാർഷിക ഇൻഷുറൻസ് നടപ്പിലാക്കും, അതിന്റെ ഗഡു സർക്കാർ അടയ്ക്കുമെന്നുള്ളതായിരുന്നു വാഗ്ദാനം. പക്ഷേ ഒരു കർഷകനും ആ ഗഡു സർക്കാർ അടച്ചതായി നമുക്ക് കാണുന്നില്ല. അപ്പോൾ 2011 താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ആ 5 വർഷം ഉമ്മൻചാണ്ടി സർക്കാർ, ഇതിന് മുൻപത്തെ അവസാന UDF സർക്കാരിന്റെ കാലവുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പ്രഖ്യാപിച്ചതൊന്നും നടപ്പിലാക്കാത്ത ഒരു ഉദാഹരണമാണ് നമുക്ക് മുന്നിലുള്ളത്. പക്ഷേ അവിടെ നിന്ന് 2016 to 2025 വരുമ്പോൾ നടപ്പിലാക്കിയ പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ 99%, ഇപ്പോൾ പെൻഷൻ 2500 ആക്കുമെന്നത് പറഞ്ഞ് ആക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ കാരണങ്ങൾ നമുക്കറിയാം. നമ്മുടെ മുന്നിൽ ആ ഉദാഹരണമുണ്ട്. വലിയ പോരാട്ടത്തിന്റെ ഒരു ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട് കേന്ദ്രവുമായി. അപ്പോൾ 99% നടപ്പിലാക്കിയ ഒരു സർക്കാരാണ്, ഒരു പാർട്ടിയാണ് മറുവശത്തുള്ളത്. അപ്പോൾ ആ നിലയിലാണ് ഇതിനെ താരതമ്യം ചെയ്യേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.